നമ്മൾ നരകത്തിലുള്ള പണിയെ എടുത്തിട്ടുള്ളൂ. നമ്മളെ പണിക്കല്ലല്ലോ പരലോകം, അള്ളാന്റെ ഔദാര്യല്ലേ. അപ്പൊ ഔദാര്യം ആഗ്രഹിക്കുന്ന ആൾക്ക് എന്തും ആഗ്രഹിക്കാലോ. മനസ്സിലായില്ല? ലയർജു മനാലൻ, നേട്ടത്തെ അത്വായിനെ, നേട്ടത്തെ ആഗ്രഹിക്കണം. ഫൗക കുല്ലി സവാലിക്കും, നേർമാർഗത്തിൽ പ്രവേശിച്ച് നന്മയായി മുന്നോട്ട് പോയ ഏതൊരാൾക്കും കിട്ടിയതിന് മേലെ ഈ മോശപ്പെട്ട ആർക്കും ആഗ്രഹിക്കാം. ഇബ്രാഹിമിനെ ആഗ്രഹിക്കാലോ. കാരണം നമ്മളെ കയ്യിലുള്ളതിനല്ലല്ലോ അവനോട് കേൾക്കണ്, പിന്നെ ഓനോടോ അവന്റെ ഔദാര്യല്ലേ. ഒരാളും അമല് കൊണ്ട് രക്ഷപ്പെടൂല മുസ്തഫ നബി പറഞ്ഞാൽ. അപ്പൊ അള്ളാഹ് റസൂലിനെ എനിക്കും രക്ഷപ്പെടാൻ കഴിയൂല. എൻ്റെ റബ്ബ് കനിയണം. എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന നിഅമത്തിന് പകരമായ ശുക്ർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ എനിക്ക് കഴിയൂല. പിന്നല്ലേ ഫിർദൗസ്, സലുല്ലാഹൽ ഫിർദൗസ. അള്ളാഹു തആലാക്ക് അതൊക്കെ നിസ്സാരല്ലേ. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം? ഫിർദൗസ് തന്നെ. ഞാൻ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി, അല്ല ഞാൻ ഫിർദൗസിനൊന്നും ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അതിന് അർഹനല്ല. നിനക്ക് അതിൻ്റെ അപ്പുറമുള്ളതും തരാം. ആ ഫിർദൗസല്ല, എനിക്കാണ് അതിൽ എ സി റൂം വേറെ വെച്ച് ആയിക്കോട്ടെ. ആ ഫിർദൗസിൽ വേറൊരു കാറ്റഗറി, അതിലുണ്ട്. ഞാൻ 8-10 ആളുകൾക്ക് വേറൊരു കാറ്റഗറി വെച്ചിട്ടുണ്ട്. റഹ്മത്തുള്ള അതിൽ ഒന്നിച്ചെടുത്തു. അങ്ങനെ പറഞ്ഞൂടെ റബ്ബിനത് പറഞ്ഞൂടെ? അമ്പിയാക്കൾ വരെ ഒരു ചെയ്തതിനല്ല ഔദാര്യം കൊണ്ടാണ് കിട്ടണമെങ്കിൽ എന്താ റഹ്മത്തുള്ള പറഞ്ഞൂടെ? എന്ത് ആർക്കും ഒരു ചെയ്തതിനല്ലല്ലോ കൊടുത്ത്, പിന്നെ നിന്റെ ഔദാര്യം പിന്നെന്താ? നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞ ശുക്ർ ചെയ്തു. ശുക്ർ ഞാൻ ഇത് ചെയ്ത എല്ലാ നിഅമത്തിനും നന്ദി പറഞ്ഞാൽ സുജൂദിൽ വീണു സയ്യിദുനാ ദാവൂദ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണീറ്റ്, ഞാൻ റബ്ബേ ഞാൻ ഇത് ചെയ്ത നിഅമത്തുകൾക്കൊക്കെ നന്ദിയായി സുജൂദ് ചെയ്തു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിഅമത്ത് വാക്യ ഇത് സുജൂദിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നിഅമത്തിനാണ് നീ നന്ദി ചെയ്തത്. ആ സുജൂദിൻ്റെ നേരത്തെ ഞാനൊരു ഹയാത്ത് നിനക്ക് നൽകിയിട്ടുണ്ട്, അതിന് ഞാൻ അടുത്ത ശുക്രുണ്ട്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ ഇന്നപ്പോഴത്തെ ആളുകൾക്ക് കഴിയില്ല. ഫഖാല റബ്ബ്, അപ്പം റബ്ബ് പറഞ്ഞു, അൽ ആന ശക്കർതനി, ഇപ്പം ഈ ശുക്ർ ചെയ്ത് കഴിഞ്ഞു. അതാണ് നിന്റെ അജ്സാണ് നിന്റെ ശുക്ർ. എനിക്ക് കഴിയൂല എന്ന് നീ സമ്മതിക്കലാണ് ശുക്ർ. പിന്നെന്താ പ്രശ്നം? ആർക്കും കഴിയില്ല എന്നല്ല ചോദിച്ചു. മുത്തുനബി പറഞ്ഞ എനിക്ക് കഴിയൂല, പിന്നെ എനിക്ക് എന്താ ചോദിക്കണേ? ഓൻ തരുന്നത് മുത്തുനബിക്ക് വരെ അള്ളാഹു തആല കൊടുത്തത് അമലിനല്ല, പിന്നെന്തിനാ? പാറക്കുട്ടി എന്തിനാ കൊടുത്തത്? റബ്ബിൻ്റെ എന്താണ് നിങ്ങൾ പറഞ്ഞത്? റബ്ബിൻ്റെ ഔദാര്യം എന്നല്ലേ? ഈ അള്ളാഹു തആലാക്ക് പറഞ്ഞതിൻ്റെ അത്രയൊക്കെ ചെയ്ത് സ്വർഗം ചോദിച്ചിട്ട് വാങ്ങിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. അതിന് കഴിയൂല എന്ന് പറഞ്ഞ ആളല്ലേ. ഈ ലോകത്ത് ആരെക്കാളും ആബിദ് മുത്തുനബിയ, ആരെക്കാളും ഹാമിദ് മുത്തുനബിയ, ആരെക്കാളും ഷാക്കിർ മുത്തുനബിയ, ആരെക്കാളും ഹാഷി മുത്തുനബിയ, ഒക്കെ മുത്തുനബിയ, എല്ലാം മുത്തുനബിയ. അതേ സമയത്ത് ആരെക്കാളും അജ്സ് പറഞ്ഞ ആളും മുത്തുനബിയ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഫിർദൗസ് ചോദിക്കാം, കാരണം നമ്മൾ ചെയ്തതിനല്ലല്ലോ കരുതുന്നത്, പിന്നെ അവൻ്റെ ഔദാര്യമാണ്. സുലൈമാൻ നേരത്തെ പറഞ്ഞതേ എന്താ അതിൻ്റെ അർത്ഥം? അവസാനത്തെ മുസബ്ബഅത്തുൽ അശ്റിലെ അവസാനത്തെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം, എന്നെയും എൻ്റെ മാതാപിതാക്കളെയും കൊണ്ട് നീ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം ആജിലൻ വ ആജിലൻ, ഇന്നും നാളെയും പരലോകത്തും എന്നും ചെയ്യേണ്ടത് മാ അൻത ലഹു അഹ്ലുൻ, നീ അർഹനായ കാര്യമാണ്. നീ അർഹനായ കാര്യം ഞങ്ങളെ കൊണ്ട് നീ ചെയ്യണം. വലാ തഫഅൽ ബിനാ വബിഹിം യാ മൗലാന, ഞങ്ങളെ നേതാവേ എൻ്റെ മാതാപിതാക്കളെ കൊണ്ട് എന്നെ കൊണ്ട് നീ ചെയ്യരുത്. മാ നഹ്നു ലഹു അഹ്ലുൻ, ഞങ്ങൾ അർഹതപ്പെട്ട കാര്യം ചെയ്യരുത്. എന്താ ഇതിനർത്ഥം? ഞങ്ങൾ അർഹതപ്പെട്ട എന്തിനാ? നിന്റെ കോപത്തിന്. നീ അർഹതപ്പെട്ട എന്തിനാ? പൂർത്തിരാൻ. മനസ്സിലായില്ല കുട്ടികൾ? ഭയങ്കര വാക്കാ. ഞങ്ങൾ അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് തരരുത്, നീ അർഹതപ്പെട്ട് തരണം. ഓൻ അർഹതപ്പെട്ട എന്തിനാണ്? മാപ്പ് ചെയ്യാന്. അവൻ അർഹതപ്പെട്ട എന്തിനാണ്? പുറത്തേരാന്. അവൻ അർഹതപ്പെട്ട എന്തിനാണ്? ഒന്നും ഇങ്ങോട്ട് തരാതെ എല്ലാം അങ്ങോട്ട് കൊടുക്കാന്. ഞങ്ങൾ അർഹതപ്പെട്ട എന്തിനാണ്? നിന്റെ കോപത്തിന്.
ഞങ്ങൾ അർഹതപ്പെട്ട എന്തിനാണ്? നിന്റെ നരകത്തിന്. ഭയങ്കര ദുആണ്, ഭയങ്കര ദുആ. മനസ്സിലായോ അർത്ഥം? അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം ആജിലൻ വആജിലൻ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ മാ അൻത ലഹു അഹ്ലുൻ. നീ അർഹതപ്പെട്ട കാര്യം ഞങ്ങളെ കൊണ്ട് നീ ചെയ്യണം. ഞങ്ങളെ കൊണ്ട് നീ അർഹതപ്പെട്ടേ ചെയ്യണം. അതായത് നീ അർഹപ്പെട്ട എന്തിനാണ്? പൂർത്തനാൻ. നീ അർഹപ്പെട്ട എന്തിനാണ്? കരുണ ചെയ്യാൻ, മാപ്പ് ചെയ്യാൻ, സ്വർഗം തരാൻ, പൊരുത്തം തരാൻ. ഞങ്ങൾ അർഹതപ്പെട്ട എന്തിനാണ്? ഞങ്ങൾ ഈ ആയുസ് മുഴുവൻ ജീവിച്ച എന്തിനാണ്? നരകം കിട്ടാൻ, നിന്റെ കോപം കിട്ടാൻ. ചെയ്തൊക്കെ വൃത്തികേടാണ്. അപ്പൊ നമ്മൾ അവിടെ അങ്ങോട്ട് ലയിച്ചു വീണു. ആരെ മുന്നിൽ? റബ്ബിന്റെ. ഞങ്ങൾക്കൊന്നുമില്ല. എടാ, ഇന്ന് നിസ്കരിച്ച സുബഹി നിസ്കാരം അള്ളാഹ് സ്വീകരിക്കാൻ മാത്രം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ആരുടെ ഈ ലോകത്തുള്ളത്? എടാ, ആയുസ്സിൽ 2 റക്അത്ത് നിസ്കാരം അള്ളാഹു വിചാരിച്ച പോലെ റഹ്മത്തുള്ള ചെയ്തിട്ടില്ല. വല്ലാഹിൽ അലീം അൽഫ മറ. റബ്ബ് സ്വീകരിക്കണ 2 റക്അത്ത് നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. വല്ലാഹിൽ അലീം വല്ലാഹിൽ അലീം വല്ലാഹിൽ അലീം അൽഫ മറ ഞാൻ ചെയ്തിട്ടില്ല. ഇഞ്ഞത് റബ്ബ് സ്വീകരിക്കൽ റബ്ബിൻ്റെ ഉദാരി മാത്രമാണ്. പഠിച്ചോൻ അവൻ്റെ വിചാരത്തിൽ നമ്മൾ അവിടെ ഒരു വാക്കുണ്ട്. എന്ത്? അലാ അന്നഹു മിൻ ഹുസ്നി ളന്നിൻ ലിറബ്ബിഹി. റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം അത് നഷ്ടപ്പെടും ചില ആളുകൾക്ക്. പഠിച്ചോൻ അതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഇന്നിപ്പോൾ ലോകം പോണത് കൊടുക്കുക. ഇന്ന് റബ്ബിനെ കുറിച്ച് നല്ല വിചാരമാണ് നഷ്ടപ്പെടുന്നത്. ആൺകുട്ടിയൊക്കെ പെൺകുട്ടിയൊക്കെ നഷ്ടപ്പെടുന്നത് റബ്ബിനെ കുറിച്ചുള്ള നല്ല അവിടെ പ്രശ്നം. മറ്റൊന്നും പ്രശ്നമില്ല. ഒറ്റൊക്കെ റബ്ബ് വലാ തമൂതന്ന അഹദുക്കും ഇല്ല. ഹബീബ നബി പറയണ്ട, നിങ്ങൾ റബ്ബിനെ കൊണ്ട് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. എന്നാലും നിങ്ങൾ രക്ഷപ്പെടും. അമലൊക്കെ റബ്ബിന് എന്ത് അമൽ? നീ അവസാന സെക്കൻഡിലും റബ്ബിനെ കുറിച്ച് എന്ത് വിചാരിക്കണം? നല്ല വിചാരിക്കണം. അതിന് മാത്രം അതാണ് ഹുസ്നുൽ ഖാത്തിമ. അതാണ് നല്ല മരണം. നല്ല മരണം എന്ന് പറഞ്ഞാൽ പൗഡർ ഇട്ട കോലത്തിൽ മരിക്കല്ല. നല്ല കോലത്തിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കോലത്തിൽ മരിച്ചൂടെ? ഒരു മനുഷ്യന് നല്ല കോലത്തിൽ, ഒരു മനുഷ്യൻ്റെ പണി എന്താണെന്നറിയോ? ചാണകക്കുഴി വൃത്തിയാക്കുക. ആ നേരത്തെ ഭൂതം കിട്ട് മരിച്ചുകൂടെ? മരിക്കാൻ പറ്റും. ഓ മൂമിന് വയ്ക്കൂടെ? ഇത് സൂൽ ഖാത്തിമയാണോ? ചാണകക്കുഴി, ചാണകം വാരണ്ടേ? എടോ, പശുവിൻ്റെ ആല നന്നാക്കണ്ടേ? നന്നാക്കണം. അതൊരു അമലല്ലേ? പഴയുടെ ചങ്ങായി, പശുവിൻ്റെ ആലയിലെ ചാണകം കളയാൻ പശുവിന് കഴിയുമോ? പശുവിന് ഇല്ല. എന്താ നിങ്ങൾ ഉറങ്ങണത്? നിങ്ങളൊന്ന് ധൈര്യത്തിൽ സംസാരിക്കുക. പശുവിൻ്റെ ആല, പശു നമുക്ക് പാല് തരുന്നില്ലേ? അത് അള്ളാഹു നമുക്ക് ഒഴിപ്പെടുത്തി തന്ന ജീവിയല്ലേ? അത് ശുദ്ധിയായ സ്ഥലത്ത് കിടക്കൽ നമ്മളെ കടമയല്ലേ? അതിൻ്റെ കടമയല്ല. അത് കിടക്കുന്ന ആല നന്നാക്കാൻ അതിന് കഴിയും? ഇല്ല. അപ്പൊ ആല നന്നാക്കി കൊടുക്കൽ ഒരു ഇബാദത്താണോ? അല്ലേ? ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്യാൻ ഒരു സാലിയായ മനുഷ്യൻ ആ നേരത്തെ ബോധം കിട്ടി വീണ് മരിച്ചൂടെ? അത് സൂൽ ഖാത്തിമയാണോ? ആണോ? ആലി കിടന്നാൻ മരിച്ചു. എന്താ ഇപ്പൊ ചെയ്യണത്? ആലി കിടന്നവൻ ചെയ്യുന്ന പണി എന്താ? ഇബാദത്തിന് പറയട ചങ്ങായി. ആലി കിടന്നവൻ ചെയ്യുന്ന പണി എന്താണ്? ഇബാദത്ത്. നിനക്ക് അള്ളാഹു വഴിപ്പെടുത്തി തന്ന ഒരു ജീവിയെ അതിന്റെ നാറ്റപ്പെട്ട ഈ ചാണകത്തിനെ നീക്കി അതിന് ശുദ്ധമായി കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ അതിന്റെ കടമയോ നിന്റെ കടമയോ? അത് നിന്റെ കടമയല്ലേ? അതിന് ഈ ലോകത്തിനെല്ലാം പാല് തരണില്ലേ? ഇനി പാലൊന്നും തന്നില്ല നിൽക്ക. അത് നിനക്ക് വഴിപ്പെടുത്തി തന്നൊരു ജീവിയല്ലേ? നിനക്ക് കയ്യിലെങ്കിൽ ചന്തയെ കൊണ്ടേ വിക്ക്. കഴിയുന്ന ആളെ ഏറ്റെടുത്തോളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ആ ചാണക നീക്കണ സമയത്താണ്, കൈക്കോട്ടുകൊണ്ട് ചാണകം നീക്കുമ്പോൾ ഒരു സാലിയായ മനുഷ്യൻ സുബഹി നിസ്കരിച്ച് വന്ന് ചാണകം നീക്കണ സമയത്ത് വീണു, അതിലാണ് മരിച്ചു. സൂൽ ഖാത്തിമയാണോ? സൂൽ ഖാത്തിമയാണോ? അല്ല, അന്ന് സൂൽ ഖാത്തിമയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സൂൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ കാണുന്നത് പോലും അല്ല സൂൽ ഖാത്തിമ. സൂൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ മനസ്സിൽ ആ സമയത്ത് ആരില്ല? അല്ലാഹു ഇല്ല.
ദാഹമൗത്തത് കൂട്ടിയിടും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. അവിടെ ഇബ്ലീസ് വന്ന് പറയും എന്ത്? തുഅ്മിൻ ബി വതക്ഫുർ ബില്ലാഹ്. എന്നെ വിശ്വസിച്ചിട്ട് അള്ളാഹനെ ഒഴിവാക്കിക്കള. അസുബ് അലൈക്കൽ മാ എന്നാൽ എനിക്ക് വെള്ളം ചൊരിച്ചു തരാം. അപ്പം ഈ സമയത്ത് ഈ വെള്ളം ചൊരിച്ചെന്ന ഇബ്ലീസിനെ കണ്ടപ്പോൾ ഇവൻ എന്ത് വിചാരിച്ചു? ഈ ഇബ്ലീസിനെ കൊണ്ട് ഉപകാരം കിട്ടിയത് അത്ര എനിക്ക് പഠിച്ചവനെ കൊണ്ട് ഉപകാരം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ മനസ്സിലായില്ല. അവിടെ ചുണ്ടട് പൂട്ടി വേണ്ട. അതുകൊണ്ടാണ് മരിക്കണ മനുഷ്യന്മാർക്ക് വെള്ളം കൊടുക്കൽ ശക്തിയായ സുന്നത്താണ്. എന്തുകൊണ്ട്? അവിടെ ആര് ചതിക്കും? ഇബ്ലീസ് ചതിക്കും. മുമ്പിനെ അവിടെയും ചുണ്ട് പൂട്ടും.